മോട്ടറോള എഡ്ജ് 2025 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടറോള എഡ്ജ് 2025 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.5 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. POLED പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ഇതിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ IP6869 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മികച്ചൊരു IP റേറ്റിംഗ് ഇതിൽ വരുന്നുണ്ട്, അത് നല്ലൊരു കാര്യമാണ്. പിന്നെ MIL STD 810Hൻ്റെ സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. പൊതുവെ ബിൽഡ് ക്വാളിറ്റിക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കേഷനാണ്, അപ്പം അതും നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ എക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ബട്ടൺ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, അതും നല്ലൊരു ഫീച്ചറാണ്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7400 എന്ന പ്രോസസ്സറാണ് ഈ സ്മാർട്ട് ഫോണിൽ വരുന്നത്. അപ്പം ഈ ഒരു ഫോണിൻ്റെ വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 47,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ ശരിക്കും ഡിസപ്പോയിൻറ്റിംഗ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിലൊക്കെ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ അല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അതിൻ്റെ താഴെ വരുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ വരുന്ന ഫോണുകൾക്ക് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. അപ്പം പ്രോസസ്സർ ഡിസപ്പോയിൻറ്റിംഗ് ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൽ 8GB റാമും 256GB ഇൻറ്റേർണലുമാണ് വരുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. NFC സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ Android 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സലിലെ മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സോണി LYT700 സെൻസറാണ്. ഇതിൽ വോയിസിൻ്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ 50 മെഗാ പിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കൊടുത്തിട്ടുണ്ട്. 10 മെഗാ പിക്സലിലെ ടെലിഫോട്ടോ ലെൻസും വരുന്നുണ്ട്. അപ്പം ടെലിഫോട്ടോ ലെൻസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ഫ്രണ്ടിൽ 50 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പം ഓൺ പേപ്പർ അത്യാവശ്യം നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 5200 mAhൻ്റെ ബാറ്ററിയാണ് വരുന്നത്. 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല ബാറ്ററി സെറ്റപ്പ് ഒക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ അമേരിക്കയിലേക്കാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് $549.99 എന്ന പ്രൈസിങ്ങിലാണ്, അതായത് 47,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ അല്ല ഇതിൽ വരുന്നത്. പിന്നെ തരക്കേടില്ലാത്ത ബാറ്ററി സെറ്റപ്പും തരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷനും തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. പക്ഷേ പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഡിസപ്പോയിൻറ്റിംഗ് ആണ്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമോ എന്ന് വെച്ചാൽ ഇനി ലോഞ്ച് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. കാരണം ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സുമായിട്ട് വരുന്ന മോട്ടോ എഡ്ജ് 50 പോലുള്ള ഫോണുകളൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ടെലിഫോട്ടോ ലെൻസ് ഒക്കെ ഉള്ള, അതുപോലെ തന്നെ മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ വരുന്ന പ്രോസസ്സറൊക്കെ ഉള്ള ഫോണുകൾ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു ഫോൺ സെപ്പറേറ്റ് ലോഞ്ച് ചെയ്തോളണം എന്നില്ല. പിന്നെ ഇന്ത്യയിൽ ലോഞ്ച് ആണെങ്കിൽ തന്നെ നമുക്ക് ഇത്രയും കൂടി പ്രൈസ് റേഞ്ചിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇതുപോലുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ മോട്ടറോള ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു 20,000 23,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ടാണ് ലോഞ്ച് ചെയ്യുന്നത്. എന്തായാലും ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തോളണം എന്നില്ല. എന്തായാലും മോട്ടറോളയുടെ എഡ്ജ് 2025 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ അഥവാ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.